മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2026 ഫെബ്രുവരി 5 വ്യാഴം. കേന്ദ്ര നികുതി വീതം വെക്കുമ്പോൾ ആ കണക്കിൽ പെടാത്തതാണ് സെസ്സും സർചാർജും. ഇത് രണ്ടും സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കുന്നില്ല. അതിലൂടെ അധിക നികുതിയുടെ ഓഹരി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ധനകാര്യ കമ്മീഷനും സംസ്ഥാന നികുതി വിഹിതങ്ങളും 2026-31 വർഷത്തേക്കുള്ള 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ച ഫെബ്രുവരി 1 തന്നെ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. ഭരണഘടനയുടെ ഖണ്ഡിക 280 അനുസരിച്ച് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രത്തിന്റെ നികുതി വരുമാനം സംസ്ഥാനങ്ങൾക്കിടയിൽ വീതം വെക്കുന്ന ശുപാർശകൾ കേന്ദ്ര സർക്കാരിന് നൽകാൻ ബാധ്യതപ്പെട്ട സമിതിയാണ് ധനകാര്യ കമ്മീഷൻ. നീതി ആയോഗ് മുൻ വൈസ് ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ അധ്യക്ഷനും 4 അംഗങ്ങളും സെക്രട്ടറിയും ഉൾപ്പെട്ടതുമായ കമ്മീഷൻ 2023 ഡിസംബർ 31 റിപ്പോർട്ട് സമർപ്പിച്ചത്. തങ്ങൾക്ക് കിട്ടേണ്ട വിഹിതം നിർവചിക്കുന്ന രേഖ എന്ന നിലയിൽ പൊതുവെ സംസ്ഥാനങ്ങൾ ഉറ്റുനോക്കുന്ന ഒന്നാണിത്. ഉദാഹരണമായി ഈ വർഷം കേരളത്തിന് ലഭിക്കുന്നത് വീതിക്കപ്പെടുന്ന ഭാഗത്തിന്റെ 2.38%. കഴിഞ്ഞ വർഷം ഇത് 1.92% തുക വെച്ച് പറഞ്ഞാൽ കേരളത്തിന് ലഭിക്കുന്ന 36,355.39 കോടിയിൽ വർധന 6,975 കോടി രൂപയാണ്. മൊത്തം വർധന ലഭിച്ച സംസ്ഥാനങ്ങളിൽ കേരളം 2ാം സ്ഥാനത്താണ്. ഉത്തർപ്രദേശിന് 17.61%, ബീഹാറിന് 9.94%, മധ്യപ്രദേശിന് 7.34% എന്നിങ്ങനെയാണ് വിഹിതം. കേന്ദ്രം ശേഖരിക്കുന്ന നികുതി വരുമാനത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന വിഹിതത്തിലെ അസന്തുലിതത്വങ്ങൾ ഏറെ വിവാദങ്ങൾക്കിടയാക്കുന്നുണ്ട്. ഉദാഹരണമായി മൊത്തം നികുതി വരവിന് ഒരു സംസ്ഥാനം നൽകുന്നത് 20% തിരിച്ച് സംസ്ഥാനത്തിന് കിട്ടുന്ന വിഹിതം ചിലപ്പോൾ 20-ൽ കൂടുതലോ കുറവോ ആയിരിക്കും. എന്നാൽ കൊടുക്കുന്നതനുസരിച്ച് തിരിച്ചു നൽകുന്ന ഒരു സംവിധാനമായി അല്ല ഇത് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങൾ തത്വത്തിൽ ഇത് അംഗീകരിക്കുന്നുവെങ്കിലും സംഭാവന ചെയ്യുന്നതിന് ആപേക്ഷികമായ വിഹിതങ്ങൾ തിരികെ ലഭിക്കണമെന്നാണ് സംസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിലും പ്രധാനം ഇவ்விധം നികുതി പിരിച്ചു കിട്ടുന്ന തുകയിൽ മൊത്തം സംസ്ഥാനങ്ങൾക്കിടയിൽ വീതിച്ചു നൽകുന്നത് എത്ര എന്നതാണ്. ഈ കമ്മീഷന്റെ കാലാവധിയായ 2026-31 സംസ്ഥാനങ്ങൾക്കിടയിൽ വീതിക്കപ്പെടുക 41% ബാക്കി 59% കേന്ദ്രം എടുക്കും. ഇതിനു മുൻപത്തെ കമ്മീഷനും ഇതേ അനുപാതം തന്നെയാണ് സ്വീകരിച്ചത്. ഇത് 50% ആവണമെന്നാണ് സംസ്ഥാനങ്ങളുടെ ആവശ്യം. വിശിഷ്യ GST നിലവിൽ വന്ന ശേഷം സംസ്ഥാനങ്ങൾ നേരിട്ട് പിരിച്ചു ചെലവഴിക്കുന്ന വിൽപ്പന നികുതി ഇപ്പോഴില്ലാത്തതിനാൽ സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നിലയിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നികുതി ഇനങ്ങളില്ല. ഇക്കാര്യം ധനകാര്യ കമ്മീഷനും അംഗീകരിക്കുന്നുണ്ട്. ഇക്കാരണത്താൽ വർദ്ധിക്കുന്ന വികസന ക്ഷേമ ഇനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ സംസ്ഥാനങ്ങൾ പാടുപെടുന്നുണ്ട് എന്നും അതനുസരിച്ച് വിപണിയിൽ നിന്നും വായ്പയെടുക്കുന്ന പ്രവണതയിലേക്ക് സംസ്ഥാനങ്ങൾ തിരിയുന്നു എന്നും കമ്മീഷൻ പറയുന്നുമുണ്ട്. കേരളത്തിലെ കിഫ്ബി ഉദാഹരണം. കേന്ദ്ര നികുതി വീതം വെക്കുമ്പോൾ ആ കണക്കിൽ പെടാത്തതാണ് സെസ്സും സർചാർജും. ഇത് രണ്ടും സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കുന്നില്ല. അതിലൂടെ അധിക നികുതിയുടെ ഓഹരി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നും അക്കാരണത്താൽ സംസ്ഥാനങ്ങളുടെ വരുമാന വർധനാ സാധ്യതകൾ ചുരുങ്ങിപ്പോകുന്നു എന്നുമുള്ള വസ്തുത ധനകാര്യ കമ്മീഷൻ തന്നെ റിപ്പോർട്ടിൽ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതിന് പരിഹാരമൊന്നും നിർദ്ദേശിക്കുന്നില്ല. അഥവാ അതും കൂടി വീതം വെക്കുന്ന പൂളിൽപ്പെടുത്തണമെന്ന ഒരു നിർദ്ദേശവും കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നില്ല. നിലവിലെ കേന്ദ്ര സർക്കാർ ഈ രീതിയിൽ സെസ് ചാർജ് വരുമാനം സമാഹരിച്ചതിന്റെ കണക്കുകൾ ലഭ്യമാണ്. 2013-2019 കാലത്ത് നികുതി ഡ്യൂട്ടി ഇനത്തിൽ വീതം വെച്ച ഭാഗം 93-95%, സെസ് സർചാർജ് ഇനത്തിൽ കിട്ടിയത് ശിഷ്ടമുള്ള 5-7%. എന്നാൽ 2021-22 വർഷത്തിൽ നികുതിയായി വീതം വെക്കാവുന്ന ഇനം 86.5% ആയിരുന്നപ്പോൾ സെസ് സർചാർജ് 13.5% വർദ്ധിച്ചു. അഥവാ 2019 ശേഷം സെസ് സർചാർജ് ഇനത്തിലെ കേന്ദ്ര വരവ് 5.7% ഇരട്ടിയായി ഏതാണ്ട് 11-13% ഉയർന്നു. പാർലമെന്റിൽ സമർപ്പിച്ച നികുതി വരുമാനത്തിന്റെ കണക്കുകളും ഇത് ശരിവെക്കുന്നു. ഇതിന് മറ്റൊരു പ്രത്യാഘാതം കൂടിയുണ്ട്. അതിലൽപ്പം രാഷ്ട്രീയം കൂടി കടന്നുവരും. ഈ വരുമാനക്കുറവ് അനുഭവിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അതുപയോഗിച്ചുള്ള വികസന പദ്ധതികൾക്കോ ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ ഫണ്ടില്ലാതെ വരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതോ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോ അല്ലാത്ത നിലയിൽ സൽകീർത്തി നേടാനോ രാഷ്ട്രീയ വേദികളിൽ ചെന്ന് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അതെല്ലാം നടപ്പിലാവുന്നുണ്ടോ എന്നത് മറ്റൊരു വിഷയം. കേന്ദ്രം അടുത്ത കാലത്തായി വരുത്തിയ നികുതി വർധനകളിൽ അധികവും സെസ് സർചാർജ് ഇനത്തിലാണ്. 18ഓളം സംസ്ഥാനങ്ങൾ നികുതി വിഹിതം 41
50 നിന്ന് 50% ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ മിക്കതും 45 മുതൽ 48 വരെയെങ്കിലും ശതമാനമായി അത് ഉയർത്തണമെന്ന് വാദിക്കുന്നവരാണ്. ധനകാര്യ കമ്മീഷൻ ഇത്തരത്തിൽ മാറ്റം വരുത്താൻ നിർദ്ദേശിക്കാത്തത് തൽസ്ഥിതി നിലനിർത്തുന്നതിലാണ് കേന്ദ്രത്തിന്റെ താല്പര്യമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാനേ തരമുള്ളൂ. മൊത്തത്തിൽ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഭരണമേഖലകളിലും കേന്ദ്രത്തിന്റെ നിയന്ത്രണം മുറുക്കാൻ ത്വര കാണിക്കുന്ന നിലവിലെ BJP സർക്കാർ ഇക്കാര്യത്തിലും മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ സാധ്യതയില്ല. അതിൽ തൽക്കാലം സർക്കാരിന് രാഷ്ട്രീയ വിജയം ഉണ്ടായേക്കാമെങ്കിലും ഫെഡറൽ സംവിധാനത്തിൽ ആരോഗ്യകരവും സന്തുലിതവുമായ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ കാംക്ഷിക്കുന്നവർക്ക് ഒട്ടും ശുഭകരമല്ല ഈ സമീപനം.